ദളപതി വിജയുടെ ഗോട്ട് മൂവി റിലീസ് ആയിരിക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് ഷോ കണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് പറയാൻ പോകുന്നത്. ഗോട്ട് എന്ന് പറയുന്നത് സാധാരണ വിജയ് പടങ്ങളുടെ യാതൊരു ഇമ്പാക്റ്റും തരാത്ത ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ഇതിന്റെ മെയിൻ ആദ്യം തന്നെ ഇതിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ വിജയുടെ സ്ക്രീൻ പ്രസൻസും പിന്നെ അത്യാവശ്യം ഈ സിനിമയിലെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ക്യാമിയോകളും സിനിമയെ ഒരുവിധം പിടിച്ചു നിർത്തി. പക്ഷെ ക്യാമിയോ കൊണ്ട് മാത്രമോ പഴയ സിനിമകളുടെ റെഫറൻസ് കൊണ്ട് മാത്രമോ ഒരു വിജയ് പടത്തിന് ഇനി എത്രത്തോളം പ്രേക്ഷകരെ രസിപ്പിക്കാൻ പറ്റുമെന്നുള്ള സംശയമുണ്ട്. പിന്നെ ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോഴും ടീസർ ഇറങ്ങിയപ്പോഴും സോങ്ങുകൾ ഇറങ്ങിയപ്പോഴും യുവൻ ശങ്കർ രാജയെ കുറിച്ച് എല്ലാവരും പറയണ്ടായിരുന്നു. കാരണം ഈ ഒരു പടത്തിന് വേണ്ട രീതിയിലുള്ള ഒരു എലിവേറ്റിംഗ് ആയ BGM പല സ്ഥലത്തും ഈ ഒരു എലിവേഷനെ കൊടുക്കാൻ BGMന് പറ്റിയിട്ടില്ല എന്നാണ് സത്യം. ഇമോഷണൽ ആയി തോന്നുന്ന സീനുകളിലും ആക്ഷൻ രംഗങ്ങളിലും BGM വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ എഡിറ്റിംഗ് പാറ്റേണും വളരെ നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. ഒരു ഇമോഷണൽ സീൻ കഴിഞ്ഞ ഉടനെ പടമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള സോങ് പ്ലേസ്മെന്റ്. ഇപ്പൊ ആ സോങ് തന്നെ ഒരു ഹൂക്കിംഗ് സോങ് ആയിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ നേരം അത് കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ സിനിമ കാണാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദളപതി വിജയുടെ കരിയറിൽ ഇനി ഒന്നോ രണ്ടോ പടങ്ങൾ കൂടിയേ ഉള്ളൂ. ഇത് സെക്കൻഡ് ലാസ്റ്റ് സിനിമയാണെന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് വിജയെ സ്ക്രീനിൽ കാണാമെന്നല്ലാതെ യാതൊരു പുതുമയും നമുക്ക് സമ്മാനിക്കാത്ത ഒരു വെങ്കട് പ്രഭു ചിത്രമാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ. കാരണം എല്ലാത്തിലും പുതിയ രീതിയിലുള്ള അപ്ഡേഷൻസ്, പുതിയ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുവരുന്ന ആളാണ് വെങ്കട് പ്രഭു. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ഒന്നും കണ്ടില്ല. ഒരു വിജയ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളെന്ന രീതിയിലും ഒരു തമിഴ് സിനിമയുടെ എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ആളെന്ന രീതിയിലും തീർത്തും ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത മൂവിയാണ് ഈ സിനിമ. ഇതിന് കൂടുതലും എടുത്തു പറയേണ്ടത് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് ആണ് ഈ സിനിമയുടെ ഏറ്റവും ലെറ്റ് ഡൗൺ ചെയ്തത്. പിന്നെ സ്റ്റോറി ടെല്ലിങ്ങിലെ ട്വിസ്റ്റുകളൊക്കെ നമ്മൾ എന്നടാ പണി വെച്ചിരിക്കുക എന്ന് പറയുന്നത്, ഈ ട്വിസ്റ്റുകളൊക്കെ നമുക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളുമായിരുന്നു സിനിമയിൽ. അത് ക്യാമിയോ റോളുകൾ കൊണ്ടും ചില പഴയകാല റെഫറൻസുകൾ കൊണ്ടും ഒരു ടൈം ഇത്രയും ലെങ്തി ആയതുകൊണ്ട് തന്നെ ടൈം പാസ് എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു 5-ൽ ഒരു 2, മാക്സിമം 2.5 സ്റ്റാർ കൊടുക്കാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു മൂവിയാണ് ഗോട്ട്. താങ്ക് യു.